ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ജപ്തി നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ ബാങ്കിൽ നിന്ന് ഉദ്യോഗസ്ഥരും പോലീസുകാരൊക്കെ വരുമ്പോൾ ശാരദ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല. ദേഹം മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് സ്വയം കത്തിക്കാനൊക്കെ തയ്യാറാകുന്ന ശാരദയെ അവരൊരു വിധത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അപ്പോൾ കാവേരിയും ഗംഗയൊക്കെ അമ്മേനെ പൊതിഞ്ഞു പിടിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസത്തെ സാവകാശം കൂടി ബാങ്കുകാർ അവർക്ക് നൽകി അവിടുന്ന് പോവുക. പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ വരുമെന്നും ഇവിടെ നിന്ന് അപ്പോഴത്തേക്കും നിങ്ങൾ ഒഴിഞ്ഞു മാറിയിരിക്കണമെന്നും പറയാണ്. അപ്പോൾ കാവേരി പറയും, സാർ ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളാം, ഇന്നൊരു ദിവസത്തെ സാവകാശം കൂടി ഞങ്ങൾക്ക് തരണം. അച്ഛൻ മരിച്ച ഷോക്കിൽ നിന്ന് തന്നെ അമ്മയൊന്നും റിക്കവർ ആയിട്ടില്ല, അതിൻ്റെ കൂടെ വീട് കൂടി നഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് താങ്ങാനായിട്ട് സാധിക്കാഞ്ഞിട്ട എന്ന് പറഞ്ഞ് ഒരു വിധത്തിൽ അവരെ മടക്കി അയക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശാരദയാണെങ്കിൽ ആകെ മിണ്ടാൻ പോലെ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ കാവേരിയും ഗംഗയും കൂടി അടുത്തേക്ക് വന്ന് പറയും, അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആരാ അമ്മ ഉള്ളത്? അമ്മയുടെ ദേഹം മുഴുവനും മണ്ണെണ്ണയാണ്, അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് കാവേരി വലിച്ചുകൊണ്ട് പോയി ശാരദയുടെ ദേഹത്ത് മുഴുവൻ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ ഒരു ജീവശവം പോലെ നിന്നു കൊടുക്കുകയാണ്. എന്താ തനിക്കിപ്പോൾ സംഭവിക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയെ കൂടി അരവിന്ദൻ എന്ന വ്യക്തിയുടെ തണലിൽ മാത്രം ജീവിച്ച് ശീലിച്ച ആ സ്ത്രീക്ക് ഇപ്പം വരുന്ന ഈ സംഭവങ്ങളൊന്നും എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് ഗംഗ പറയും, അമ്മേ നമുക്ക് ഇവിടുന്ന് മാറി താമസിച്ചേ പറ്റുള്ളൂ, ഈ വീടിൻ്റെ മേൽ ഇത്രയും അധികം എമൗണ്ട് ലോൺ അടയ്ക്കാനായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെ നമ്മൾ ആ തുക അടയ്ക്കണം, ഇത്രയും പൈസയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയും. അപ്പോൾ കാവേരിയും പറയും, അച്ഛൻ്റെ അക്കൗണ്ടിനെ പറ്റി ഒന്നും അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണേ. അപ്പം ശാരദ പറയും, എനിക്കൊന്നും അറിയില്ല, എല്ലാ കാര്യങ്ങളും ജയപാലേട്ടനല്ലേ ചെയ്തിരുന്നത്, അച്ഛൻ എന്നോടൊന്നും പറയാറില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുക. ഇനിയിപ്പം ജയപാലനങ്ങളോട് തന്നെ ഇതിനെപ്പറ്റി സംസാരിച്ചതല്ലേ ഞങ്ങൾ, ജയപാലനങ്ങളിലും കാര്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ലല്ലോ, ഇനി എന്താ ചെയ്യുക, നമുക്ക് നാളെ രാവിലെ വരെ സാവകാശമുള്ളൂ, ഈ വീട്ടിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരും അമ്മേ എന്ന് പറയാണ് കേട്ടോ. ഞാൻ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടുമില്ല, എൻ്റെ അരവിന്ദേട്ടനുള്ള ഈ വീട്ടിൽ ഞാൻ ഇവിടെ തന്നെ ജീവിക്കുള്ളൂ എന്ന് പറയാം. കാവേരി പറയും, അമ്മ ഇങ്ങനെ വാശി പിടിക്കരുത്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവർ നമ്മളെ ഇന്നത്തെ പോലെ വലിച്ചഴിച്ച് പുറത്താക്കും, അവർക്ക് അവരുടെ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനല്ലേ സാധിക്കുള്ളൂ എന്ന് ചോദിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരോ കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഗംഗേച്ചി, എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ നീക്കുന്നത്, അച്ഛൻ മരിക്കാൻ കാത്തിരുന്ന പോലെയല്ലേ സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ഗംഗയും പറയാണ് കേട്ടോ. അപ്പോൾ ഒരു വിധത്തിൽ നമ്മുടെ ശാരദയെ പറഞ്ഞ് അവർ സമ്മതിപ്പിക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ ബാങ്കിൽ നിന്ന് ആൾക്കാർ വരുമ്പം ശാരദയാണെങ്കിൽ തൻ്റെ ഇഷ്ടപ്പെട്ട അരവിന്ദേട്ടൻ്റെ ഫോട്ടോ മാത്രം കയ്യിൽ പിടിക്കുകയാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഗംഗയും കാവേരിയും യമുനനെ നിളയായിട്ട് ആ വീടിൻ്റെ പടി ഇറങ്ങാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. വേറെ വഴിയില്ല എന്നവർക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ ഗംഗയും കാവേരിയും പരസ്പരം നിൽക്കുക. അപ്പോഴാണ് ഒരു ദൈവദൂതനെ പോലെ വിനീത് വരുന്നത്. വിനീത് പറയും, നിങ്ങൾ ഈ എങ്ങോട്ടായി പോകാൻ നിൽക്കുന്നത്, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പം കാവേരി പറയും, വേണ്ട വിനീതേട്ടാ, ഞങ്ങൾ അങ്ങോട്ട് കയറി ചെന്നാൽ സുജാത അപ്പച്ചിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല എന്ന് പറയാണ്. അമ്മയുടെ കാര്യമൊന്നും നോക്കണ്ട, നിങ്ങളെ ഞാനല്ലേ വിളിക്കുന്നത്, ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനല്ലേ, അപ്പം പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്നാൽ എന്താ, ഗംഗ നീ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയാണ്. അപ്പോൾ ഗംഗ തല കുനിച്ച് നിൽക്കുക. അപ്പോൾ കാവേരി വീണ്ടും പറയും, ഞങ്ങൾക്കൊരു വീട് ശരിയാക്കി തന്നാൽ മതി വിനീതേട്ടാ, വാടകയ്ക്കൊരു വീട്, ഞങ്ങൾ എന്തെങ്കിലും ജോലി ചെയ്ത് അവിടെ നിന്നോളാം, അപ്പച്ചിയുടെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളുടെ അമ്മയെ കൂടുതൽ വേദനിപ്പിക്കുകയുള്ളൂ അത് എന്ന് പറയേ. അപ്പോൾ മുത്തശ്ശിയും പറയും, ഇത്രയും പെൺകുട്ടികളായിട്ട് നിങ്ങൾ എന്തായി തീരുമാനിക്കുന്നത്, സുജാതയുടെ വീട്ടിൽ നമുക്ക് പോയി താമസിക്കാം, അത് കഴിഞ്ഞൊരു വീടൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ട് മാറാം, ഇപ്പം വിനീത് പറയുന്നത് കേൾക്ക്, നിങ്ങൾ ഈ പെൺകുട്ടികളുമായിട്ട് ഈ ശാരദ അല്ല എങ്ങോട്ട് പോകുന്ന കരുതുന്നേ, അവൾക്ക് അരവിന്ദൻ്റെ കൂടെ ജീവിച്ചുള്ള ശീലം മാത്രമേ ഉള്ളൂ, പുറത്തിറങ്ങി ഒരു കാര്യം ചെയ്ത് പരിചയമുള്ളവളല്ല ശാരദ എന്ന് പെട്ടെന്ന് മുത്തശ്ശിയും പറയാണ്. അപ്പം മുത്തശ്ശിയും കൂടെ നിർബന്ധിക്കുമ്പം എല്ലാവരും കൂടി സുജാതയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പം കെട്ടും എല്ലാം ആയിട്ട് സുജാതയുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഇവരെ കാണുമ്പം തന്നെ സുജാത ഓടി വരിക, എങ്ങോട്ടെല്ലാം കൂടി വലിഞ്ഞു കയറി വരുന്നത് എന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശി പറയും, സുജാത ഒരു സാഹചര്യം വരുമ്പോഴാണോ നീ ഇങ്ങനെയൊക്കെ ദേഷ്യം മനസ്സിൽ വെച്ച് പെരുമാറുന്നത്, ഇതേ അമ്മ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, ഇവൾമാർക്കൊക്കെ എന്തൊരു അഹങ്കാരമായിരുന്നു, എൻ്റെ മോനെ കല്യാണം കഴിക്കാൻ ഇവക്ക് വലിയ പുച്ഛമായിരുന്നല്ലോ, അത് പോരാഞ്ഞിട്ട് സ്വന്തം വീട്ടിലെ കാര്യത്തിലൊന്നും ഇടപെടരുതെന്ന് ഈ കാവേരിയല്ലേ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, എന്നിട്ടിപ്പം കെട്ടും പാട്ടും എല്ലാം എടുത്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരാൻ നിങ്ങൾക്ക് നാണമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശിയും വിനീതും കൂടി പറയാം, അമ്മ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ വിളിച്ചിട്ടാ അവരിങ്ങോട്ട് വന്നത്, ഈ വീട്ടിലേക്ക് വരാൻ അവർക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു, ഒരു വാടക വീടെടുത്ത് മാറാൻ നോക്കിയവരെ ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ എന്ന് പറയും. എടാ നിനക്ക് നാണമില്ലടാ ഇനിയും ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കാൻ, നിന്നെ എന്തുമാത്രം ഉപദ്രവിച്ചിട്ടുള്ളവരെ ഇവരെല്ലാവരും, എന്നിട്ടൊരു നാണോ ഇല്ലാതെ ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കുന്നു, അമ്മ എന്തൊക്കെയായി പറയുന്നത്, അവരെന്നെ ആരും ഒരു ഉപദ്രവിച്ചിട്ടില്ല, അമ്മ മനസ്സിൽ തോന്നുന്നതെല്ലാം ചിന്തിച്ചു കൂട്ടി ഇങ്ങനെ പെരുമാറാതിരിക്കുക, അവരെ അകത്തേക്ക് കയറ്റിക്കുക
ചേച്ചിയെ എന്ന് പറയാ. എൻ്റെ വാക്കിന് ഇവിടെ ഒരു വിലയുണ്ടെന്ന് കരുതിയാ ഞാൻ അവരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. പക്ഷേ അമ്മ എനിക്ക് ഇത്രയും വിലയെ തരുന്നുള്ളെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ തന്നെ അവരെയും കൊണ്ട് എങ്ങോട്ടേലും പൊയ്ക്കോ. ഇതിന്റെ പേര് നീ പിണങ്ങി പോകാനൊന്നും നിൽക്കണ്ട. നിന്റെ വാക്കിന് ഞാൻ വില തന്നില്ല എന്നും പറയണ്ട. ഇവരെ വിളിച്ച് അകത്തേക്ക് പോകാൻ നോക്ക്. പക്ഷേ എൻ്റെ വീട്ടിലെ ഒരു റൂമിലും ഞാൻ ഇവർക്ക് ഒരു അഭയവും നൽകില്ല. ഇവിടെ അപ്പുറത്തെ ചാർപ്പുണ്ട്, അവിടെ പോയി വേണമെങ്കിൽ കിടക്ക് എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഒരു അഭയാർത്ഥികളെ പോലെ വീടിൻ്റെ ചായ്പിലേക്കാണ് അവരെ കൊണ്ട് നിർത്തുന്നത് സുജാത. പക്ഷെ പോകാൻ ഒരു സ്ഥലവും ഇല്ലാത്തത് കൊണ്ടും അമ്മയും അനിയത്തിമാരെ സുരക്ഷിതമായിട്ട് തൽക്കാലം നിർത്താനും വേണ്ടി കാവേരിയും എല്ലാം കണ്ണടച്ച് നിൽക്കുക. അപ്പോൾ ഗംഗയും കാവേരിയോട് പറയും, തൽക്കാലം നമുക്ക് ഒരു വീട് നോക്കുന്നതിന് വരെ ഇവിടെ തന്നെ നിൽക്കാൻ കാവേരി. അല്ലാതെ ഇപ്പം നമ്മൾ ആരുടെ അടുത്തും സുരക്ഷിതരല്ല. അപ്പച്ചി നമ്മളോട് മോശമായിട്ട് പെരുമാറിയാലും ഇവിടെ എല്ലാവരും സുരക്ഷിതരായിരിക്കും എന്ന് ഗംഗയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ കാവേരിയെ. അപ്പം കാവേരിക്കും അത് സത്യമാണെന്ന് തോന്നുക. ചേച്ചി നമുക്കൊന്നും കൂടി ബാങ്കിൽ പോയി കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കിയാലോ എന്ന് ചോദിക്കാം. എന്തായാലും ഇന്നിവിടെ വന്നില്ലേ, നാളെ തന്നെ പോകാം. അപ്പം നീള പറയും, എനിക്ക് വിശക്കുവോ ചേച്ചി എന്ന് പറയുവാണേ. അപ്പോൾ കാവേരി പറയും, ഞാൻ എന്തെങ്കിലും പോയി മേടിച്ചിട്ട് വരാം. ഇവിടെ നിന്ന് അപ്പച്ചി നമുക്ക് പച്ചവെള്ളം തരുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് കുറച്ച് ആഹാരത്തിന് ബ്രെഡോ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞ് കാവേരി പോവാം. അപ്പം നീ തന്നെ പോകണ്ട എന്ന് പറഞ്ഞ് ഗംഗയും കൂടി പോവാണ് കേട്ടോ. ഇതേസമയം സുജാതയുടെ മകളൊക്കെ അവിടെയുണ്ട്. അവരെല്ലാം ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ പോലും അമ്മയെ മാത്രം വിളിക്കും, നമ്മുടെ മുത്തശ്ശിനെ. മറ്റാരോടും എന്തെങ്കിലും വേണമെന്ന് പോലും അവർ ചോദിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആഹാരമൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ നിലയ്ക്ക് വിശന്നിട്ട് അത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ സുജാത പറയും, നീ വേണമെങ്കിലേ നിൻ്റെ ചേച്ചിമാരുടെ വല്ല മേടിച്ചു തരാൻ പറ. ഇവിടെ ഞങ്ങൾ കഴിക്കുന്ന ആഹാരം നോക്കി ഇങ്ങനെ ഇരുന്ന് എൻ്റെ കൊച്ചുങ്ങൾക്ക് കണ്ണ് കിട്ടരുത് എന്നും പറഞ്ഞ് നിളയോട് ദേഷ്യപ്പെടും കേട്ടോ. എന്നിട്ട് അവളുടെ മുന്നിലേക്ക് പട്ടിക്ക് കൊടുക്കുന്ന പോലെ കുറച്ച് ആഹാരം നീക്കി വെക്കും. ഇത് എൻ്റെ പിള്ളേർക്ക് കണ്ണ് തട്ടാതിരിക്കാനാ നീ ഇനി ഇതിലേക്ക് നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്നൊക്കെ വളരെ മോശമായിട്ട് പെരുമാറുവാണേ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശാരദയ്ക്ക് അങ്ങ് വരുക. അപ്പം മുത്തശ്ശി ചോദിക്കും, നീ എന്തൊക്കെ വർത്തമാനമായി പറയുന്നത്? ഇത് നിന്റെ ചേട്ടൻ അരവിന്ദൻ്റെ ഭാര്യയും മക്കളുമാണ്. അവരോട് ഇങ്ങനെയാണോ നീ പെരുമാറേണ്ടത്? അരവിന്ദ് ഉള്ള കാലത്ത് നിനക്കും എന്തൊക്കെ സഹായങ്ങൾ ചെയ്ത് തന്നിട്ടുള്ളതാ എന്ന് ചോദിച്ചു. തന്നെ സുജാത കെട്ടുതാലി പണയം വെച്ച് അരവിന്ദനെ ഗൾഫിൽ വിട്ട കഥ മൊത്തം അങ്ങ് പറയാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന രീതിയിൽ മുത്തശ്ശൻ പിന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കാവേരിയും ഗംഗയൊക്കെ വരുമ്പം ആഹാരത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് വരിക. അതെല്ലാവരും കഴിക്കുക. അപ്പോഴും അമ്മ പട്ടിണി ഇരിക്കുന്ന കാണുമ്പം പറയും, അമ്മ എന്തെങ്കിലും കഴിക്കുക, അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾ എന്താ ചെയ്യുക എന്ന് ചോദിക്കുകയാണ്. അപ്പം പറയും, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, അരവിന്ദേട്ടനും പോയി, ഇപ്പോൾ വീടും നഷ്ടപ്പെട്ടു, നമ്മളിനി എന്താ ചെയ്യുക, ഞാൻ ഈ പെൺകുട്ടികളെ ആയിട്ട് എങ്ങനെ ജീവിക്കുന്ന അരവിന്ദേട്ടന് ഒരു അറ്റാക്കിൻ്റെ രൂപത്തിൽ വേഗം ഈ ലോകത്ത് നിന്നങ്ങ് രക്ഷപ്പെട്ടു പോയപ്പം എല്ലാ ഉത്തരവാദിത്തങ്ങളും എൻ്റെ തലയിലോട്ടായല്ലോ, എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലല്ലോ അരവിന്ദേട്ട എന്നും പറഞ്ഞ് ശാരദ കരയുവാണ്. എന്നെ അരവിന്ദേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ എനിക്കും വരില്ലായിരുന്നു. അല്ല, ഇതെല്ലാം എൻ്റെ തെറ്റാ. അരവിന്ദേട്ടൻ എന്നോട് ആകുന്ന പറഞ്ഞതാ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് തുറക്കണമെന്ന്. അപ്പം ഞാൻ പിന്നെ ആവട്ടെ ജയബാലേട്ടൻ എല്ലാം നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഓരോ തവണ ഞാനാ മുടക്കു പറഞ്ഞത്. അപ്പോഴത്തേക്കും കാവേരി പറയും, ജയബാലൻ അങ്കിൾ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെയാണ് തോന്നുന്നത്. പണ്ട് നമ്മളോട് പെരുമാറിയിരുന്ന പോലെ ഒന്നുമല്ല ഇപ്പം. ആൾക്ക് നമ്മളോടൊക്കെ എന്തോ ദേഷ്യമുള്ളതുപോലെ എനിക്ക് തോന്നി എന്ന് പറയുമ്പം ഗംഗയും പറയും, അങ്കിളിൻ്റെ പെരുമാറ്റത്തിൽ സാരമായ മാറ്റമുണ്ട്. അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പലരുടെയും യഥാർത്ഥ മുഖം എനിക്ക് മനസ്സിലായി തുടങ്ങിയത് എന്ന് ഗംഗ പറയൂട്ടോ. അത് കേൾക്കുന്ന ശാരദ പറയും, ദേ പിള്ളേരെ, നിങ്ങൾ ആവശ്യമില്ലാതെ ഇങ്ങനൊന്നും പറയരുത്. ജയബാലേട്ടൻ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തുമാത്രം സഹായങ്ങൾ ചെയ്തു തന്നിരുന്ന ആളാ. അതുമാത്രമല്ല, ഇപ്പോൾ പോലും അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഓരോ കടമകളും ചെയ്തുകൊണ്ടിരുന്നത് ജയബാലേട്ടനല്ലേ അച്ഛൻ ഗൾഫിലായിരുന്നപ്പം. അങ്ങനെയുള്ളപ്പം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അച്ഛന് അത്രയും ഇഷ്ടമുള്ള ആളാ. ദേ ഇനിയും കാവേരി നിൻ്റെ വായിൽ നിന്ന് ഇങ്ങനത്തെ വർത്താനമൊന്നും ജയബാലേട്ടനെതിരായിട്ട് പറയരുത് എന്ന് പറയാം. പിന്നെ എന്താമ്മേ, ഇത്രയും നാളും കാണിച്ച സ്നേഹമൊന്നും ഇപ്പം ജയബാലങ്ങളുടെ സംസാരത്തിലോ പെരുമാറ്റത്തിലോ ഒന്നും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാനും ഗംഗേച്ചിയും കൂടിയല്ലേ ഇന്ന് പോയി സംസാരിച്ചത്. അപ്പം തന്നെ എനിക്കത് തോന്നിയതാ. ഗംഗേച്ചിയും പറഞ്ഞല്ലോ എന്ന് പറയാണേ. അപ്പം ശാരദ മിണ്ടാതിരിക്കുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഇനി എന്താ ഞാൻ ചെയ്യുക എന്ന് ചോദിക്കാം. അല്ലമ്മേ, അച്ഛൻ അന്ന് ആ തോട്ടം മേടിച്ചെന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ അഡ്വാൻസ് കൊടുക്കുകയും ചെയ്തതല്ലേ, ആ കാശ് നമുക്കങ്ങ് തിരിച്ചു മേടിച്ചാലോ, എന്നിട്ട് അത് ബാങ്കിൽ അടച്ച് വീടിൻ്റെ പണയം മാറ്റിയാലോ എന്ന് ചോദിക്കുക. അപ്പം ശാരദ പറയും, അതിനെപ്പറ്റിയും എനിക്കിനോട് കൂടുതലൊന്നും അരവിന്ദേട്ടൻ പറഞ്ഞിട്ടില്ല മക്കളെ എന്ന് പറയുകയാണേ. ഇതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് നമ്മുടെ വിനീതും കാവേരിയും കൂടി വീണ്ടും ജയപാലിനെ കാണാനായിട്ട് പോവുകയാണ്. പക്ഷേ ജയപാലിൻ്റെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംസാരം ഉണ്ടാവുന്നത്. അരവിന്ദൻ തോട്ടം മേടിക്കുമെന്ന് പറഞ്ഞതല്ലാതെ 10 പൈസ അതിൻ്റെ പേരിൽ അവൻ അടച്ചിട്ടില്ല എന്ന് തീർത്ത് പറയുക. അത് കേൾക്കുമ്പോഴത്തേക്കും
വിനീതും ഗംഗയല്ല നമ്മുടെ കാവേരി ആട്ടോ കൂടെ പോകുന്നത്. കാവേരിയും അത് വിശ്വസിക്കില്ല. എന്നിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോരുവാണ് കേട്ടോ. പോന്നു കഴിയുമ്പം കാവേരി പറയും, വിനീതേട്ടാ അച്ഛൻ കാശ് അടച്ചത് തന്നെയാണ്. ജയപാലനങ്ങൾ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്. കാരണം അച്ഛനൊന്ന് പറഞ്ഞത് അഡ്വാൻസ് കൊടുത്തതെന്നാണ് ഞാനത് കേട്ടതാ. ഇപ്പം 1 രൂപ പോലും കൊടുത്തിട്ടില്ലെന്നല്ലേ ജയപാലനങ്ങൾ പറയുന്നത്. അതുമല്ല അങ്കിളിൻ്റെ പെരുമാറ്റത്തിലൊക്കെ ആകെ ഒരു മാറ്റം വിനീതേട്ടനും തോന്നുന്നില്ലേ? അത് എനിക്കും തോന്നിയതാ. എന്തായാലും അമ്മാവൻ അങ്ങനെ കള്ളം പറയുന്ന ആളൊന്നുമല്ല. കാശ് അടച്ചിട്ട് തന്നെ ഉള്ളതാ. ജയപാലനങ്ങൾ മനഃപൂർവ്വം അത് മറയ്ക്കുന്നതാണെന്ന് എനിക്കും തോന്നുന്നത്. ഞാൻ ഇതിനെപ്പറ്റി നവീനോടൊന്ന് സംസാരിക്കാം. അവൻ്റെ അമ്മാവനാണല്ലോ ജയപാലൻ. അപ്പം അവന് എന്തെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി വിവരം കിട്ടിയാലോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നവീനാണേലും ജയപാലനോട് ഈ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ നവീനോടും വളരെ ദേഷ്യപ്പെട്ടു മോശമായുള്ള രീതിയിലാണ് ജയപാലൻ സംസാരിക്കുന്നത്. അപ്പം ജയപാലൻ്റെ പുതിയ പെരുമാറ്റത്തിലും ഭാവത്തിലും ഒക്കെ നമ്മുടെ നവീനും പല സംശയങ്ങളും തോന്നുവാണ്. അരവിന്ദൻ എന്ന ആ പാവ മനുഷ്യനെ ജയപാലൻ പറ്റിച്ചതാണ് എന്നൊരു ചിന്ത നവീൻ്റെ മനസ്സിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ സ്വന്തം അമ്മാവനായതുകൊണ്ട് തീർത്തും മറ്റുള്ളവരുടെ അതൊരു കുറ്റമായിട്ട് പറയാൻ നവീനെ കൊണ്ട് സാധിക്കുന്നില്ല കേട്ടോ. ഇതേ സമയം കാര്യങ്ങളൊക്കെ വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗംഗ പറയും, നമുക്ക് ഇവിടെ എത്ര ദിവസം ഇങ്ങനെ അഭയാർത്ഥി പോലെ കഴിയാൻ പറ്റും എന്ന് ചോദിക്കാം. അതിപ്പം നിളയും നമ്മുടെ യമുനയൊക്കെ പറയാം, അപ്പച്ചിക്ക് നമ്മളോട് ഒരു സ്നേഹവും ഇല്ല, ഓരോ നിമിഷവും കുത്തുവാക്കുകൾ കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരിക്ക് സങ്കടം വരിക. നമ്മുടെ നിവൃത്തികേട് കൊണ്ടല്ലോ നമ്മളിവിടെ നിന്നത്, അധിക ദിവസമൊന്നും നമ്മളിവിടെ നിൽക്കണ്ട എന്ന് പറയുകയാണെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. അപ്പോൾ ഇതൊക്കെ വിനീത് കേൾക്കുന്നുണ്ട് ഇവരുടെ ഈ സംസാരം. അമ്മയുടെ ഈ പെരുമാറ്റമൊക്കെ വിനീതും കാണുന്നുണ്ട്. പക്ഷെ വിനീത് എന്തൊക്കെ പറഞ്ഞിട്ടും സുജാത അവരോടുള്ള പെരുമാറ്റത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതും വിനീതിനോട് പോയി തൻ്റെ സങ്കടങ്ങൾ പറയാം. അമ്മയുടെ സ്വന്തം ഏട്ടൻ്റെ മക്കളല്ലേ അവർ. ആ ഒരു കാരണം പോലും അവരോട് എൻ്റെ അമ്മ കാണിക്കുന്നില്ല. അമ്മാവനുള്ളപ്പം ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ളതാണ്. അതൊക്കെ അമ്മ മറന്നു എന്നാണ് തോന്നുന്നത്. അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ ദുഷ്ടത്തരത്തോടെ പെരുമാറാൻ സാധിക്കുന്നു? ഗംഗ ഞാനുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചപ്പോൾ തൊട്ട് അമ്മയ്ക്ക് അവരോടൊക്കെ ഒരുമാതിരി വൈരാഗ്യം പോലെയാ. അവള് എന്നോട് ദേഷ്യമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. അവൾക്ക് മറ്റൊരു ജീവിതം വേണമെന്നും കരുതി അവൾ തന്നെ പോയി. അപ്പം അവളോ സപ്പോർട്ട് ചെയ്ത് അവിടെ ഉള്ളവരെല്ലാം നിന്നു. അല്ലാതെ അമ്മാവൻ എന്ത് ചെയ്യാൻ പറ്റും? മകളെ എതിർത്തൊന്നും ആ മനുഷ്യന് ഒരു പ്രവൃത്തിയും ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അത് ആ മനുഷ്യൻ്റെ ശരിയുമായിരുന്നു. അതിന് അമ്മ ഇതൊന്നും മനസ്സിലാക്കാതെ അവരോട് പെരുമാറുന്നേ എന്ന് പറയുകയാണേ. അപ്പം നവീൻ പറയും, ഓരോരോ മനുഷ്യൻ്റെ അവസ്ഥകളെ എത്ര പെട്ടെന്നാലേ മാറുന്നേ. ഈ പുഷ്പവാടിയിൽ ശരിക്കും പറഞ്ഞ രാജകുമാരിമാരെ പോലെ ജീവിച്ചവരല്ലേ അവർ. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താ? നിൻ്റെ വീട്ടിൽ ഒരു അഭയാർത്ഥിയെ പോലെ. സാരമില്ല, എല്ലാം ശരിയാവും എന്ന് നവീൻ വിനീതനോട് പറയാണ് കേട്ടോ. അപ്പം ഗംഗ ശാരദയോട് പറയും, അമ്മേ നമുക്കിവിടെ നിൽക്കുന്നതിന് ഒരു പരിധിയില്ലേ, നമുക്കൊരു കാര്യം ചെയ്യാം. അച്ഛൻ എൻ്റെ കല്യാണത്തിന് വേണ്ടി മേടിച്ച ആഭരണങ്ങളുണ്ടല്ലോ, അത് വിറ്റിട്ട് നമുക്ക് വീടിൻ്റെ മേലുള്ള കടം മാറ്റാം എന്ന് പറയുമ്പോൾ ശാരദ പറയും, നീ എന്ത് വർത്തമാനോ ഗംഗ പറയുന്നേ? നിനക്ക് ഇപ്പോൾ ഒരു കല്യാണം മാറിപ്പോയെന്ന് വെച്ചാൽ ഇനിയും നിനക്ക് കല്യാണാലോചന വരില്ലേ? അന്നേരം നടത്താൻ നമ്മുടെ കയ്യിൽ വേറെ കാശുകളൊന്നും ഇല്ലല്ലോ. ആ സ്വർണം നിൻ്റെ കയ്യിൽ തന്നെ വെച്ചോ. അപ്പോൾ കാവേരിയോടും പറയും, വേണ്ട ചേച്ചി, ചേച്ചിയുടെ സ്വർണ്ണം എടുക്കണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം എന്ന് പറയുമ്പോൾ, വേണ്ട, വേറെ എന്ത് വഴിയാണ് ഉണ്ടാകുന്നത്? ഇപ്പം കിടക്കാനൊരു കൂര പോലും നമുക്കില്ല. അതിൻ്റെ ഇടയ്ക്കാണ് കല്യാണം നടത്താൻ പറ്റുന്ന അവസ്ഥയിലാണോ നമ്മൾ ജീവിക്കുന്നത്? ഞാനിപ്പം അതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല. നമ്മുടെ വീട് എങ്ങനെയെങ്കിലും തിരിച്ചെടുക്കണം. എന്നിട്ട് യമുനയ്ക്ക് കോളേജിൽ പോകണ്ടേ, അതുപോലെ നീളയ്ക്ക് സ്കൂളിൽ പോകണ്ടേ? എത്ര ദിവസം അപ്പച്ചിയുടെ അടിമകളെ പോലെ നമുക്കിവിടെ ജീവിക്കാൻ പറ്റും? ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്ക് നാളെ തന്നെ ഈ സ്വർണം കൊണ്ട് വിൽക്കാം കാവേരി. എന്നിട്ട് വിനിതേട്ടനെയും കൂട്ടിക്കൊണ്ട് പോകാം. എന്നിട്ട് നമുക്ക് വീടിൻ്റെ പണയം മാറ്റിയെടുക്കാം എന്ന് പറയുകയാണേ. അപ്പോൾ കാവേരിയും അമ്മയൊക്കെ മിണ്ടാതെ നിൽക്കുക. വേറെ വഴികളൊന്നും അവരുടെ മുന്നിലില്ല. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ കാവേരി ആണെങ്കിൽ ഗംഗയും അതുപോലെ തന്നെ നേരെ വിനീതിനെയും കൂട്ടിക്കൊണ്ട് അവർ പോവുകയാണ് കേട്ടോ ബാങ്കിലേക്ക്. ബാങ്കിൽ ചെന്ന് കഴിഞ്ഞ് സ്വർണം വിറ്റ കാശ് അവിടെ അടയ്ക്കുകയാണ്. അടച്ചു കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ വീണ്ടും അവരുടെ വീടിൻ്റെ പേപ്പറുകളൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. അപ്പോൾ കാവേരിക്ക് ദേഷ്യം വരും. നിങ്ങൾ പറഞ്ഞ അത്രയും എമൗണ്ട് അടച്ചു, ഇതിൽ എന്തൊക്കെയോ ചതികളുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അതിന് പിന്നാലെ ഒന്നും പോകാതെ ഞങ്ങൾ പണം തിരിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്താ നിങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ ചാവി തിരിച്ചു തരാൻ ഇത്ര ബുദ്ധിമുട്ട്? ഞങ്ങളുടെ വീടിൻ്റെ പേപ്പറുകൾ തരാൻ എന്നെ ഇത്ര മടിക്കുന്നേ? അപ്പോഴത്തേക്കും പെട്ടെന്ന് ഗംഗ പുറത്ത് നിൽക്കുമായിരുന്നേ. അപ്പം കാവേരിയും വിനീതുമാണ് അകത്ത് കയറി സംസാരിച്ചത്. അപ്പോൾ ഗംഗ അകത്തേക്ക് വരിക, ചേച്ചി പറയുന്നത് കേട്ടില്ലേ, ഇയാൾക്ക് നമ്മുടെ വീടിൻ്റെ പേപ്പറുകൾ തരാൻ മടിയാണെന്ന്. ഇയാൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് ചേച്ചി, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, നമുക്ക് പരാതിപ്പെടണം എന്ന് പറയുമ്പം അയാളൊന്ന് വരണ്ടു പോവാണ് കേട്ടോ. അപ്പം അവർ പേപ്പറൊക്കെ എടുത്ത് അയാൾ കൊടുക്കുകയാണ്. അങ്ങനെ സ്വന്തം വീട് സ്വന്തമാക്കിക്കൊണ്ട് വീണ്ടും അവർ സ്നേഹതീരത്തിലേക്ക് തന്നെ പോകാനായിട്ട് തുടങ്ങുക.
മേലുള്ള കടങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് അവർ സുജാതയുടെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന് കഴിഞ്ഞ് ശാരദയുടെ കയ്യിലേക്ക് വീടിൻ്റെ ചാവി കൊടുക്കുകയാണ്. അമ്മേ, നമ്മുടെ വീട് നമുക്ക് തിരിച്ചു കിട്ടി അമ്മേ, നമുക്കിന്ന് തിരിച്ചു പോകാം എന്ന് പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ നിളയ്ക്കും യമുനയ്ക്കൊക്കെ സന്തോഷമാവുക. അപ്പം സുജാതയുടെ അടുത്തേക്ക് ശാരദ ചെല്ലുക. നാത്തൂൻ്റെ മനസ്സിൽ എന്തൊക്കെ ദേഷ്യവും വൈരാഗ്യവും ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു അഭയം തന്നല്ലോ, അതിന് ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, ഈ സഹായം ഒരിക്കലും മറക്കില്ല എന്ന് പറയാണ്. അപ്പം മുത്തശ്ശിയോട് നമ്മുടെ സുജാത പറയും, അമ്മ ഇവരുടെ കൂടെ പോവാണോ? പണ്ടത്തെ പോലെ അരവിന്ദേട്ടനുള്ളപ്പം ജീവിച്ചതുപോലെ വളരെ സുഭിക്ഷമായ ജീവിതമൊന്നും ഇനി അവിടെ കിട്ടാൻ പോകുന്നില്ല, അമ്മ വേണേ എൻ്റെ കൂടെ ഇവിടെ നിന്നോ എന്ന് പറയേ. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയും, ഇല്ല, ഞാൻ എവിടെയാണെങ്കിലും ഇവരുടെ കൂടെയേ ഉള്ളൂ, ഈ കുട്ടികളെ ഒറ്റയ്ക്ക് വിട്ട് ജീവിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറയുമ്പം കാവേരി പറയും, അപ്പച്ചി ഒന്നും ഓർത്തും ടെൻഷൻ ആവണ്ട, ഞങ്ങൾ മുത്തശ്ശിയെ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ തന്നെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയാം. അങ്ങനെ അരവിന്ദൻ്റെ ഫോട്ടോയും എടുത്തുകൊണ്ട് ശാരദ സുജാതയുടെ വീടിൻ്റെ പടിയിൽ ഇറങ്ങുവാണ് കേട്ടോ. നേരെ സ്വന്തം സ്നേഹതീരത്തിലേക്ക് കയറുക. വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴാണ് എല്ലാവർക്കും സമാധാനം കിട്ടുന്നത്. അപ്പം നിള പറയും, ഇത്രയും ദിവസം ഒരു ജയിലിൽ കിടന്ന പോലെ എനിക്ക് തോന്നിയത്, ഇപ്പോഴല്ലേ ചേച്ചി സമാധാനമായത് എന്ന് പറയുവേ. അപ്പം ഗംഗ പറയും, ഇനിയിപ്പം നമ്മുടെ വീടൊക്കെ തിരിച്ചു കിട്ടി യമുനെ, നാളെ തൊട്ട് നീ കോളേജിൽ പോയി തുടങ്ങണം, അതുപോലെ നിളയോടും പറയും നീ സ്കൂളിലും പോകണം എന്ന് പറയാം. 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ ചേച്ചി എന്ന് നിള ചോദിക്കും. പോരാ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ വില എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, നമ്മുടെ അമ്മയ്ക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അച്ഛനെ ആരും പറ്റിക്കാൻ നിന്ന് കൊടുക്കില്ലായിരുന്നു, എല്ലാ കണക്കുകളും അമ്മയ്ക്ക് തന്നെ നോക്കായിരുന്നു, അതുപോലെ എനിക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു നല്ല ജോലി നോക്കി നിങ്ങളെയൊക്കെ നോക്കായിരുന്നു, എനിക്ക് അതിനുള്ള പഠിപ്പൊന്നുമില്ല, പക്ഷെ ആ അവസ്ഥ നിങ്ങൾക്കും വരരുത്, അതുകൊണ്ട് നിങ്ങൾ കോളേജിൽ പോയി തുടങ്ങണം എന്ന് പറയാം. ചേച്ചിക്ക് പറ്റുന്ന പോലെ തയ്ച്ച് ചേച്ചിയും പൈസ ഉണ്ടാക്കിക്കോളാം എന്ന് പറയുമ്പോൾ കാവേരി പറയും, പിന്നെ ഈ ഞാൻ എന്തിനാ, ഞാനേ എന്തെങ്കിലും ഒരു ജോലി നോക്കിക്കോളാം, എന്തായാലും എൻ്റെ ഡിഗ്രി കഴിയാറായതല്ലേ, ഞാനൊരു ജോലി തപ്പിപ്പിടിച്ചാൽ നമുക്ക് മുന്നോട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാന്നേ, നമ്മുടെ അച്ഛൻ നമ്മളെ ഈ സന്തോഷങ്ങളൊക്കെ കണ്ട് നമുക്ക് ചുറ്റും തന്നെയുണ്ട് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവർ വീണ്ടും സമാധാനത്തോടെ ആ വീട്ടിൽ ജീവിക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ